വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺട്രസെപ്റ്റീവ്സ് എന്നുള്ള ടോപ്പിക്കാണ്. എന്താണ് കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എനി മെത്തേഡ് ഓർ ഡിവൈസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ കപ്പിൾസ് ടു പ്രിവെന്റ് ഫെർട്ടിലൈസേഷൻ ഓർ പ്രഗ്നൻസി. ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഏതൊരു മെത്തേഡിനെയും ഡിവൈസിനെയുമാണ് നമ്മൾ കോൺട്രസെപ്റ്റീവ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം 6 different types of contraceptives കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ ഓർ ട്രഡീഷണൽ, ബാരിയേഴ്സ്, ഓറൽ പിൽസ്, ഇൻജെക്റ്റബിൾസ് ഓർ ഇംപ്ലാന്റ്സ്, ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ഓർ IUDs, then സർജിക്കൽ മെത്തേഡ്സ്. ഇത് ആക്ച്വലി കൺട്രാസെപ്റ്റീവ്സിന്റെ ഒരു മൈൻഡ് മാപ്പ്. എല്ലാ തരത്തിലുള്ള കൺട്രാസെപ്റ്റീവ്സും അതിൽ വരുന്ന സബ് ഹെഡിങ്സും, അതായത് ഡിഫറെന്റ് ടൈപ്സും എല്ലാം തന്നെ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം. ആദ്യം ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം ഫൈനലി ഈ മൈൻഡ് മാപ്പ് വെച്ച് നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് ഓർത്തെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ മെത്തേഡ്സ് ആണ്. നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സ്. നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ യാതൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഡിവൈസസോ ഡ്രഗ്സോ യൂസ് ചെയ്യാതെ തന്നെ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്ന മെത്തേഡാണ്. എക്സ്റ്റേണൽ ഡിവൈസസ് ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സൈഡ് ഇഫക്ട്സും ഇല്ലാത്ത കൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് നാച്ചുറൽ മെത്തേഡ്. പക്ഷെ ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് 100% ഇഫക്റ്റീവ്. 100% റിസൾട്ട് കിട്ടണമെന്ന് യാതൊരു ഉറപ്പില്ല. ഫീമെയിൽസിലെ മെൻസ്ട്രൽ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇതിൽ ഈ ഒരു ടൈപ്പിൽ നമുക്ക് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെൻസ്ട്രൽ സൈക്കിൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. മെൻസ്ട്രൽ സൈക്കിളിൽ ഒരു ഫീമെയിലിന്റെ ഫെർട്ടൈൽ പീരിയഡ് എന്ന് പറയുന്നത് 10 to 17 days ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിൾ ആണ്. അതായത് ഓവുലേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മെൻസ്ട്രൽ സൈക്കിളിന്റെ 10th മുതൽ 17th ഡേയ്സിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പീരീഡിനെ നമ്മൾ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. ഫെർട്ടൈൽ പീരീഡിൽ മാത്രമേ ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ഈ സമയത്ത് കപ്പിൾസ് കോയിറ്റസ് അല്ലെങ്കിൽ കോപ്പുലേഷൻ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ദ ചാൻസ് ഫോർ ഗെറ്റിംഗ് പ്രഗ്നന്റ് ക്യാൻ ബി അവോയ്ഡഡ്. അല്ലെ, പ്രഗ്നന്റ് ആവുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡിനെയാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡാണ് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇന്ററപ്റ്റസ്. ഈ മെത്തേഡിൽ ചെയ്യുന്നത് ഇജാക്കുലേഷൻ നടക്കുന്നതിന് മുമ്പായി തന്നെ മെയിൽ പാർട്ണർ അദ്ദേഹത്തിന്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ വജൈനയിൽ നിന്നും പുറത്തെടുക്കുന്നു. ഓക്കെ, ഇൻസെമിനേഷൻ അല്ലെങ്കിൽ ഇജാക്കുലേഷൻ നടക്കുന്നതിന് മുമ്പായി തന്നെ പെനിസ് പുറത്തെടുക്കുന്നത് കൊണ്ട് സ്പേംസ് വജൈനയിൽ എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഇല്ലാതെയാവുന്നു. അങ്ങനെ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്ന മെത്തേഡാണ് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇന്ററപ്റ്റസ്. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ലാക്ടേഷണൽ അമിനേറിയ. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇന്റൻസ് ലാക്ടേഷൻ പീരിയഡില് ഓവുലേഷൻ നടക്കാനുള്ള ചാൻസ് ഇല്ല. മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല, ഓവുലേഷൻ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറലി ഒരു ഇൻഫെർട്ടിലിറ്റി പീരിയഡിലായിരിക്കും ഡെലിവറി കഴിഞ്ഞ് മാക്സിമം 6 months ഉള്ള പീരിയഡ്. ഇന്റൻസ് ലാക്ടേഷൻ സമയത്തുള്ള ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ് മെൻസ്ട്രേഷനോ ഓവുലേഷനോ ഒന്നും തന്നെ നടക്കാത്തത്. അപ്പൊ ഈ ഒരു മാക്സിമം 6 months മാത്രമേ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഈ സമയത്ത് ഓവുലേഷൻ നടക്കാത്തത് കൊണ്ട് പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് ഇല്ല. ഈ മെത്തേഡിനെയാണ് നമ്മൾ ലാക്ടേഷണൽ അമിനേറിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ 3 മെത്തേഡിൽ ഒന്നും തന്നെ നമ്മൾ യാതൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സോ ഡിവൈസസോ ഡ്രഗ്സോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സൈഡ് ഇഫക്ട്സും ഉണ്ടാവില്ല. പക്ഷേ ഈ 3ന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 100% ഇഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. ചാൻസ് ഓഫ് ഫെയിലിയർ ഇസ് ദേർ. ഇനി സെക്കൻഡ് നമ്മൾ നോക്കാൻ പോകുന്നത് ബാരിയർ മെത്തേഡ്സ് ആണ്. ബാരിയേഴ്സിനെയാണ് നമ്മൾ കോണ്ടംസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് കാണാം, ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് മെയിൽ കോണ്ടം ആണ്, തൊട്ട് താഴെ കാണിച്ചിട്ടുള്ളത് ഫീമെയിൽ കോണ്ടം ആണ്. കോണ്ടംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി തിൻ റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് കോണ്ടംസ് എന്ന് പറയുന്നത്. ഇനി കോണ്ടംസ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യപ്പെടുന്നത്? They can prevent the contact between male and female gametes. മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും തമ്മിലുള്ള കോണ്ടാക്ട് പ്രിവെന്റ് ചെയ്യാണ് ഈ ബാരിയേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബാരിയേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി
ബാരിയേഴ്സ് രണ്ട് തരത്തിലുണ്ട്. മെയിൽ കോണ്ടംസും ഉണ്ട്, ഫീമെയിൽ കോണ്ടംസും ഉണ്ട്. രണ്ടിന്റെയും മെത്തേഡ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെയിം ആണെങ്കിലും ഇത് തമ്മിൽ ചില വ്യത്യാസമുണ്ട്. മെയിൽ കോണ്ടംസ് എന്ന് പറയുന്നത് ദേ ആർ യൂസ്ഡ് ടു കവർ ദ പെനിസ്. പെനിസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ജെനിറ്റാലി ഓഫ് മെയിൽ. അതിനെ കവർ ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൽ കോണ്ടംസ് യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് നിരോധ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈസിലി ഡിസ്പോസിബിൾ ആണ്, അതുപോലെ തന്നെ സെൽഫ് ഇൻസേർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ യൂസറിന് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ഈ കോണ്ടംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫീമെയിൽസിലാണെങ്കിൽ ഫീമെയിൽ കോണ്ടംസ് യൂസ് ചെയ്യുന്നത് വജൈന കവർ ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീമെയിൽ കോണ്ടംസ് ആർ ദേർ. They are diaphragms, cervical caps, vaults, etc. ഇത് കോപ്പുലേഷൻ സമയത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, വജൈന, അതുപോലെ സെർവിക്സ്, ഈ റീജിയൻസ് ഒക്കെ കവർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് ഇൻസേർട്ടബിൾ ആണ്, അതുകൊണ്ട് തന്നെ യൂസറിന് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മെയിൽ കോണ്ടംസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫീമെയിൽ കോണ്ടംസ് ക്യാൻ ബി റീയൂസബിൾ ആയിട്ടുള്ള കോണ്ടംസ് ആണ് ഫീമെയിൽസിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, പക്ഷേ കോണ്ടംസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. വി ഹാവ് ടു യൂസ് സ്പെർമിസൈഡൽ ക്രീംസ്, ജെല്ലീസ് ഓർ ഫോംസ് അലോങ് വിത്ത് ദി ബാരിയേഴ്സ്. അതായത് ഈ കെമിക്കൽസിൽ എല്ലാം തന്നെ സ്പേംസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവുണ്ട്. സ്പെർമിസൈഡൽ ക്രീംസോ ജെല്ലീസോ ഫോംസോ നമ്മൾ കോണ്ടത്തിന്റെ കൂടെ തന്നെ യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പേംസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ഇതാണ് ബാരിയർ മെത്തേഡ്. ഇനി ബാരിയർ മെത്തേഡിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഓർ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് കൂടാതെ STDs, അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യാൻ കൂടി ഈ ബാരിയേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ നോക്കി മെയിൽ ആൻഡ് ഫീമെയിൽ കോണ്ടംസ് തമ്മിലുള്ള ഡിഫറൻസസ് മനസ്സിലാക്കുക. അതേപോലെ തന്നെ രണ്ടിനും എക്സാമ്പിൾസ് നോക്കി വെക്കണം. യൂഷ്വലി നമ്മൾ കണ്ടുവരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രാസെപ്റ്റീവ്സിന്റെ ഒരു ലിസ്റ്റ് തരും, എന്നിട്ട് നമ്മളോട് അത് കാറ്റഗറൈസ് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ആ പേര് കേട്ട് കഴിഞ്ഞാൽ അത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് കറക്റ്റായി അറിഞ്ഞാൽ മാത്രമേ ആ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോവാം. IUDs എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ദീസ് ആർ സം ഡിവൈസസ് ദാറ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ ടു ദ യൂട്രസ് ഓഫ് ദ ഫീമെയിൽ. നമ്മൾ ബാരിയേഴ്സ് അല്ലെങ്കിൽ കോണ്ടംസ് പഠിച്ചു, സെൽഫ് ഇൻസെർട്ടബിൾ ആണെന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന IUDs എന്ന് പറയുന്നത് നമുക്ക് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഹെൽപ്പോട് കൂടി മാത്രമേ ഫീമെയിൽസിന്റെ യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി IUDs നമുക്ക് 3 ടൈപ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, നോൺ മെഡിക്കേറ്റഡ് IUDs. നോൺ മെഡിക്കേറ്റഡ് IUDസിന് ഒരു എക്സാമ്പിൾ ആണ് ലിപ്പീസ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ മെത്തേഡ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, എങ്ങനെയാണത് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? മെയിൽ ഗ്യാമീറ്റ്സിന്റെ ഫാഗോസൈറ്റോസിസ് നടത്തുന്ന സ്ട്രക്ചറാണ് നോൺ മെഡിക്കേറ്റഡ് IUDs. ഓക്കെ, ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേംസ് യൂട്രസിൽ എത്തുന്ന സമയത്ത് അതിനെ അവിടെ വെച്ച് ഡൈജസ്റ്റ് ചെയ്ത് നശിപ്പിക്കും. അതിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഫാഗോസൈറ്റോസിസ് നടത്തി കഴിഞ്ഞ് ഫീമെയിൽ ട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സ്പേംസിനെ എല്ലാം തന്നെ നശിപ്പിക്കാനുള്ള കഴിവ് ഈ IUDസിന് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഈ മെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ ഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോപ്പർ റിലീസിങ് IUDs ആണ്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കോപ്പർ T, കോപ്പർ 7, മൾട്ടി ലോഡ് 375 ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഇതിന്റെ നേച്ചർ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ദീസ് ക്യാൻ റിലീസ് കോപ്പർ അയോൺസ് കണ്ടിന്യൂസ്ലി. അപ്പൊ ഈ കോപ്പർ അയോൺസിന്റെ ആക്ഷൻ കൊണ്ടാണ് ഇതിന് ഫെർട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. കോപ്പർ അയോൺസ് ഏതൊക്കെ തരത്തിലാണ് ആക്ട് ചെയ്യുന്നത്? They can suppress the sperm motility. സ്പേംസിന്റെ മൂവ്മെന്റ് കുറയ്ക്കാൻ പറ്റും ഇവർക്ക്. അതുപോലെ തന്നെ മൂവ്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി കുറഞ്ഞു കിട്ടും. അതേപോലെ തന്നെ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിൽ സ്പേംസിന്റെ ഫാഗോസൈറ്റോസിസ് നടത്താനും ഈ കോപ്പർ അയോൺസിന് കഴിയും. അപ്പൊ 3 രീതിയിലാണ് കോപ്പർ റിലീസിങ് IUDs ആക്ട് ചെയ്യുന്നത്. ഒന്ന്, ഇത് റിലീസ് ചെയ്യുന്ന കോപ്പർ അയോൺസ് സ്പേംസിന്റെ മോട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി കുറയ്ക്കുന്നു. അതേപോലെ സ്പേംസിന്റെ ഫാഗോസൈറ്റോസിസ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഹോർമോൺ റിലീസിങ് IUDs ആണ്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പ്രൊജസ്റ്റാസേർട്ട്, LNG-20 ഇതൊക്കെ പറയാൻ പറ്റും. ഇനി ഹോർമോൺ റിലീസിങ് IUDസിന്റെ നേച്ചർ ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം.
ഇവർക്ക് പ്രൊജസ്ട്രോജൻ പോലെയുള്ള ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാനുള്ള കഴിവ്. ഹോർമോൺ റിലീസിങ് IUDs എന്നാണല്ലോ പേര്. അവർ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോജൻസ്. ഈ പ്രൊജസ്ട്രോജൻസിന്റെ ആക്ഷൻ എന്താണ്? ദേ ക്യാൻ മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൈഗോട്ട് അല്ലെങ്കിൽ എംബ്രിയോ യൂട്ടറൈൻ വാളിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ. അപ്പൊ ഇംപ്ലാന്റേഷൻ നടക്കാത്ത രീതിയിൽ യൂട്രസിന്റെ വാളിനെ അത് മോഡിഫൈ ചെയ്യും. അതുപോലെ തന്നെ സെർവിക്സ് റീജിയനുള്ള മ്യൂക്കസ് തിക്കൻ ചെയ്യും. അതുപോലെ തന്നെ അതിലേക്കുള്ള സ്പേം എൻട്രിയെ പ്രിവെന്റ് ചെയ്യും. അതേപോലെ വേറൊരു ആക്ഷനാണ് ഓവുലേഷൻ പ്രോസസ്സിനെ സപ്രസ് ചെയ്യും. അപ്പൊ ഹോർമോൺ റിലീസിങ് IUDsന് 3 ടൈപ്സ് ഓഫ് ആക്ഷൻസ് ആണ് നാച്ചുറലി കാണുന്നത്. ദേ ക്യാൻ റിലീസ് പ്രൊജസ്ട്രോജൻസ്. ഈ പ്രൊജസ്ട്രോജന്റെ ആക്ഷൻ ആണ് പിന്നീട് പറയുന്നത്. അതായത് യൂട്രസിനെ ഇംപ്ലാന്റേഷന് അൺസ്യൂട്ടബിൾ ആക്കി മാറ്റും. അതേപോലെ തന്നെ സെർവിക്സ് റീജിയനിലെ മ്യൂക്കസിനെ തിക്കൻ ചെയ്യും. അതുകൊണ്ട് സ്പേം എൻട്രി ബുദ്ധിമുട്ടായി തീരും. അതുപോലെ തന്നെ ഓവുലേഷൻ എന്നുള്ള പ്രോസസ്സിനെ സപ്രസ് ചെയ്യും. അപ്പൊ ഇത് മൂന്നുമാണ് IUDs എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നത്. IUDsന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കപ്പിൾസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു കൺട്രാസെപ്റ്റീവ് മെത്തേഡും കൂടിയാണ് IUDs എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഇൻ ഓർഡർ ടു സ്പേസ് ചിൽഡ്രൻ, കുട്ടികൾ തമ്മിലുള്ള പ്രായവ്യത്യാസം തീരുമാനിക്കാനായിട്ട് ഇവർ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരു കൺട്രാസെപ്റ്റീവ് ആണ് IUDs എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യപ്പെടുന്നതും IUDs എന്ന് പറയുന്ന കൺട്രാസെപ്റ്റീവ്സ് തന്നെയാണ്. ഇത്രയാണ് IUDsന്റെ സ്പെഷ്യാലിറ്റീസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 4ാമത്തെ മെത്തേഡാണ് ഓറൽ കൺട്രാസെപ്റ്റീവ്സ് അല്ലെങ്കിൽ ഓറൽ പിൽസ് എന്ന് വിളിക്കും. ഓറൽ പിൽസിന്റെ പ്രത്യേകത, ഓറൽ പിൽസിൽ കാണുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഈസ്ട്രജൻ അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോജൻ കോമ്പിനേഷൻ. അപ്പോൾ ഈ കോമ്പിനേഷൻ കൊണ്ട് എങ്ങനെയാണ് ഇതിന് പ്രിവെൻഷൻ ഓഫ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി പോസിബിൾ ആവുന്നത് നോക്കാം. ഇതിന്റെ നേച്ചർ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് ഓവുലേഷൻ. അതായത് ഈ പിൽസിൽ കാണപ്പെടുന്ന ഈസ്ട്രജൻ പ്രൊജസ്ട്രോജൻ കോമ്പിനേഷന് ഓവുലേഷൻ പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓവുലേഷൻ നടക്കാതിരുന്നാൽ ഫീമെയിൽ ഗാമീറ്റ് ഒരിക്കലും ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നില്ല. അതേപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂബിലെയും യൂട്രസിലെയും സെക്രീഷൻസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ മോട്ടിലിറ്റിയെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഗാമീറ്റ്സിന്റെ മോട്ടിലിറ്റി, അതേപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂബ് അതായത് ഓവിഡക്ട്, അതുപോലെ യൂട്രസ്, ഇവിടെയൊക്കെ ഉണ്ടാവുന്ന സെക്രീഷൻസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഗാമീറ്റ്സിന്റെ ട്രാൻസ്പോർട്ടിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് എഗ് പ്രിവെന്റ് ചെയ്യപ്പെടും. ഇനി അടുത്തൊരു ആക്ഷൻ എന്ന് പറയുന്നത് എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ്. അതിന്റെ സ്ട്രക്ചർ ഓൾട്ടർ ചെയ്യും, സ്ട്രക്ചർ ചേഞ്ച് ചെയ്യും. അങ്ങനെ യൂട്രസ് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷന് അൺസ്യൂട്ടബിൾ ആയിട്ട് മാറും. ഇത്രയാണ് കൺട്രാസെപ്റ്റീവ്സിന്റെ, ഓറൽ കൺട്രാസെപ്റ്റീവ് പിൽസിന്റെ പ്രത്യേകതകൾ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനടങ്ങിയിട്ടുള്ള ഹോർമോൺസ് എന്തൊക്കെ ചെയ്യുന്നു? ഗാമീറ്റ്സിന്റെ മോട്ടിലിറ്റി കുറയ്ക്കുന്നു. അതുപോലെ തന്നെ യൂട്ടറൈൻ വാൾ, പ്രത്യേകിച്ച് എൻഡോമെട്രിയം, ഇംപ്ലാന്റേഷന് അൺസ്യൂട്ടബിൾ ആക്കി മാറ്റുന്നു. അതുപോലെ ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഇത്രയാണ് മെയിൻ ആക്ഷൻസ്. ഇത് ഓർത്ത് വയ്ക്കുക. ഇനി എങ്ങനെയാണ് നമ്മൾ ഓറൽ പിൽസ് കൺസ്യൂം ചെയ്യേണ്ടത്? നമുക്കറിയാം, നമ്മുടെ ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ about 28 ഡേയ്സ് ആണ്. ആ 28 ഡേയ്സിൽ ഫസ്റ്റ് ഒരു 5 to 7 ഡേയ്സ് മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പൊ ഈ മെൻസ്ട്രൽ ഫ്ലോ നടക്കുന്ന പീരീഡിൽ മാത്രം നമ്മൾ ഈ ഓറൽ പിൽസ് കഴിക്കേണ്ടതില്ല. മെൻസ്ട്രൽ ഫ്ലോ കഴിയുന്നതോടുകൂടി, അതായത് ഒരു 5th to 6th ഡേ മുതൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള നെക്സ്റ്റ് 21 ഡേയ്സ് നമ്മൾ പിൽസ് കഴിക്കണം. അതായത് മെൻസ്ട്രൽ സൈക്കിളിലെ മെൻസ്ട്രേഷൻ വരുന്ന ഡേയ്സ് ഒഴികെ ബാക്കി എല്ലാ ഡേയ്സിലും നമ്മൾ ഓറൽ പിൽസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. ഓക്കെ, ഇനി പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പില്ലാണ് സഹേലി. സഹേലിക്ക് 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇറ്റ് ഹാസ് എ നോൺ സ്റ്റീറോയിഡൽ കോമ്പിനേഷൻ. നോർമൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോജൻ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. ഇത് നോൺ സ്റ്റീറോയിഡൽ കോമ്പിനേഷൻ അടങ്ങിയിട്ടുള്ള ഒരു ഓറൽ പില്ലാണ്. അതേപോലെ തന്നെ വൺസ് എ വീക്ക് പില്ലാണ്. അതായത് ഈ നോർമൽ ആയിട്ടുള്ള ഓറൽ പിൽസ് ഒക്കെ എങ്ങനെയാണ് കഴിക്കേണ്ടത് നമ്മൾ പറഞ്ഞു. പക്ഷേ സഹേലി എന്ന് പറയുന്നത് വൺസ് എ വീക്ക് മാത്രം നമ്മൾ കഴിച്ചാൽ മതി. അതേപോലെ തന്നെ ഓറൽ പിൽസിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കി കൺട്രാസെപ്റ്റീവ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് മാത്രം സൈഡ് ഇഫക്ട്സ് കാണിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ് എന്നാണ്. ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സിന്റെ കണ്ടന്റ്സ് എന്ന് പറയുന്നത് ഓറൽ പിൽസിൽ അതേപോലെ തന്നെയാണ്, ഈസ്ട്രജൻ പ്രൊജസ്ട്രോജൻ കോമ്പിനേഷൻ. പക്ഷേ ഇതിന്റെ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ ബോഡിയിൽ ഇഫക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന
ടൈപ്പ് കൺട്രാസെപ്റ്റീവ്സ് ആണ് ഇൻജെക്റ്റബിൾസും ഇംപ്ലാന്റ്സും. ഇനി രണ്ടിന്റെയും നേച്ചർ ഓഫ് ആക്ഷൻ നോക്കാം. ഓൾമോസ്റ്റ് ഓറൽ പിൽസിന്റെ അതേ നേച്ചർ ഓഫ് ആക്ഷൻ ആണ്. ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ യൂട്രസിലെ മ്യൂക്കസ് ലൈനിങ്ങിനെ തിക്കൺ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ യൂട്രസ് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷന് അൺസ്യൂട്ടബിൾ ആയിട്ട് മാറും. നമ്മൾ ഓറൽ പിൽസിന് പഠിച്ച അതേ നേച്ചർ ഓഫ് ആക്ഷൻ തന്നെയാണ് ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സിന് വരുന്നത്. ഇനി എങ്ങനെയാണ് ഇത് രണ്ട് യൂസ് ചെയ്യുന്നത് നോക്കാം. എന്താണ് ഇൻജെക്റ്റബിൾസും ഇംപ്ലാന്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ഇൻജെക്റ്റബിൾസ് എന്ന് പറയുമ്പോൾ പേര് പറയുന്ന പോലെ തന്നെ ഇഞ്ചക്ഷൻസ് ആയിട്ടാണ് ഈ ഹോർമോൺ കോമ്പിനേഷൻ നമ്മുടെ ബോഡിയിൽ എത്തിക്കുന്നത്. അതായത് റെഗുലർ ഇന്റർവെൽസിൽ മന്ത്ലി അല്ലെങ്കിൽ എവറി 3 months ആണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. ഈസ്ട്രജൻ പ്രൊജസ്ട്രോജൻ കോമ്പിനേഷൻ ഇഞ്ചക്ഷൻ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതില് ഇവിടെ കാണുന്ന പോലെ ഹോർമോൺ കണ്ടെയ്നിങ് സ്ട്രക്ചേഴ്സ് ഒരു സർജറി വഴി നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ നമ്മൾ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അപ്പർ ആർമിന്റെ സ്കിന്നിന്റെ അടിയിലാണ് നമ്മൾ ഈ സ്ട്രക്ചേഴ്സിനെ പ്ലേസ് ചെയ്യുന്നത് ത്രൂ എ മൈനർ സർജറി. അതാണ് ഇംപ്ലാന്റ്സ്. രണ്ടിലെയും കണ്ടൻസ് സെയിം ആണ്, പക്ഷെ ഇത് യൂസ് ചെയ്യുന്നതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത് മാത്രം. ഇനി ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് എമർജൻസി കൺട്രാസെപ്റ്റീവ്സ്. അതായത് പ്രത്യേകിച്ച് റേപ്പ് വഴിയോ അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് കോപ്പുലേഷൻ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രാസെപ്റ്റീവ്സിന്റെ ഫെയിലിയർ വഴിയൊക്കെ പ്രഗ്നൻസി ഉണ്ടാവുമ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എമർജൻസി പിൽസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അതിന് കാരണം കോപ്പുലേഷൻ നടന്നു കഴിഞ്ഞ് ഈവൻ ആഫ്റ്റർ 72 hours കഴിഞ്ഞ് യൂസ് ചെയ്താലും ഇത് ഇഫക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എമർജൻസി പിൽസ് ആയിട്ട് അല്ലെങ്കിൽ എമർജൻസി കൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർജിക്കൽ മെത്തേഡ്സ് ആണ്. സർജിക്കൽ മെത്തേഡ്സിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് സ്റ്റെറിലൈസേഷൻ. നമ്മൾ നേരത്തെ പഠിച്ച 5 കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സും ടെമ്പററി മെത്തേഡ്സ് ആണ്, അതായത് റിവേഴ്സിബിൾ മെത്തേഡ്സ് ആണ്. അതായത് എപ്പോഴാണോ ഇനി വീണ്ടും ഒരു കുട്ടി വേണമെന്ന് കപ്പിൾസിന് തോന്നുന്നത് ആ സമയത്ത് ഈ കൺട്രാസെപ്റ്റീവ്സിന്റെ യൂസേജ് നിർത്തി കഴിഞ്ഞാൽ ദേ ആർ ഏബിൾ ടു ഹാവ് 1 more ചൈൽഡ്. പക്ഷേ സർജിക്കൽ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇനി കുട്ടി വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇത് പെർമനന്റ് ആണ്, ഇറിവേഴ്സിബിൾ ആണ്. അതായത് ഈ സർജറി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു തവണ കുട്ടി ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇറിവേഴ്സിബിൾ അല്ലെങ്കിൽ പെർമനന്റ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പുറകിലുള്ള പ്രിൻസിപ്പിൾ എന്താണ്? അതായത് നമ്മൾ ഗ്യാമീറ്റ്സിന്റെ പാസേജ് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. മെയിൽസിലാണെങ്കിൽ സ്പേംസിന്റെയും ഫീമെയിൽസിലാണെങ്കിൽ ഓവത്തിന്റെയും ട്രാൻസ്പോർട്ട് ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യപ്പെടുന്നത്. മെയിൽസിൽ ഈ പ്രൊസീജിയറിനെ നമ്മൾ വാസക്ടമി എന്നും ഫീമെയിൽസിൽ ട്യൂബക്ടമി എന്നുമാണ് വിളിക്കുന്നത്. വാസക്ടമി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം മെയിൽ ഗ്യാമീറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന ഡക്ട്സിനെയാണ് നമ്മൾ വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ടെസ്റ്റിസിൽ നിന്ന് വാസ് ഡിഫറൻസിലൂടെയാണ് സ്പേംസ് പെനിസിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുന്നത് സ്ക്രോട്ടത്തിൽ ചെറിയൊരു കട്ടുണ്ടാക്കി അതിലൂടെ വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ 2 എൻഡും കൂടെ ടൈ ചെയ്ത് വെക്കും. ഓക്കെ, അതാണ് വാസക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയർ. അങ്ങനെ നമുക്ക് മെയിൽ ഗ്യാമീറ്റ്സിന്റെ ട്രാൻസ്പോർട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇജാക്കുലേഷൻ നടക്കും, പക്ഷെ അതിനകത്ത് സ്പേംസ് ഉണ്ടാവില്ല. അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി ട്യൂബക്ടമിയിൽ നടക്കുന്നത് ഇവിടെ വാസ് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡക്റ്റ് ആണ് ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓവിഡക്ട്സിനെ നമ്മൾ കട്ട് ചെയ്യുന്നു, അതിന്റെ 2 എൻഡ്സും നമ്മൾ ടൈ ചെയ്ത് വെക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഫീമെയിൽ ഗ്യാമീറ്റ്സിന് യൂട്രസിൽ എത്താൻ കഴിയാതെ പോകും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സർജിക്കൽ മെത്തേഡ് ചെയ്യുന്നത്. സർജിക്കൽ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ്, അതുപോലെ തന്നെ പെർമനന്റ് ആണ്. ഇതാണ് വാസക്ടമിയുടെ പ്രത്യേകത. വാസക്ടമിയുടെ പിക്ചർ ആണ് കാണുന്നത്. ടെസ്റ്റിസ് കാണാം. ടെസ്റ്റിസിൽ നിന്ന് സ്പേംസിനെ ക്യാരി ചെയ്യുന്ന വാസ് ഡിഫറൻസ് അത് കട്ട് ചെയ്തിട്ട് അതിന്റെ 2 എൻഡും ടൈ ചെയ്ത് വെക്കുന്നു. ഇവിടെ ട്യൂബക്ടമിയിൽ നമ്മൾ ചെയ്യുന്നത് ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് 2 എൻഡും ടൈ ചെയ്ത് വെക്കും. അങ്ങനെ 2 തരത്തിലുള്ള ഗ്യാമീറ്റ്സിന്റെയും പാസേജ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ തരത്തിലുള്ള കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഫൈനലി ഓരോ മെത്തേഡിന്റെയും പോസിറ്റീവും നെഗറ്റീവും എന്താണ്, ബെനിഫിറ്റും ലിമിറ്റേഷനും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സൈഡ് ഇഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല, അതുപോലെ കോസ്റ്റ് ഫ്രീ ആണ്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 100% ഇഫക്റ്റീവ് അല്ല, ഫെയിലിയർ റേറ്റ് കൂടുതലാണ്. അടുത്തത് ബാരിയേഴ്സ്. കോണ്ടംസ് ഈസിലി അവൈലബിൾ ആണ്, അതുപോലെ തന്നെ
പ്രൈവസി നൽകുന്നുണ്ട് യൂസേഴ്സിന്. അതേപോലെ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ബെനിഫിറ്റ് ആണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി തേർഡ്, IUDs, ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ഇഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഡിസ്കംഫേർട്ട്, അതുപോലെ ബ്ലീഡിങ്, പെയിൻഫുൾ പീരിയഡ്സ്, ഇതൊക്കെയാണ് യൂഷ്വൽ ആയിട്ടുള്ള ലിമിറ്റേഷൻസ്. ഇനി ഓറൽ പിൽസ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഓറൽ പിൽസ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടതെന്ന്, അത് ഒരു തവണ പോലും മുടങ്ങാതെ കറക്റ്റ് ആയിട്ട് കഴിച്ചിരിക്കണം. പിന്നെ അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഹൈലി ഇഫക്റ്റീവ് ആണ്, വിത്ത് ലീസ്റ്റ് സൈഡ് ഇഫക്ട്സ്. ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദി മെൻസ്ട്രൽ ക്രാംസ്, മെൻസ്ട്രേഷൻ സമയത്തുണ്ടാവുന്ന പെയിനിനെയൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇഫക്റ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൺസ്യൂം ചെയ്യണം. ഒരു ദിവസം പോലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പോസിബിൾ ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ആണ് നോസിയ, അതുപോലെ വെയിറ്റ് ഗെയിൻ, മൂഡ് സ്വിങ്സ് എക്സെട്ര. ഇൻജെക്ടബിൾസിന്റെ പ്രത്യേകത ലോങ് ഡ്യൂറേഷൻ അത് ഇഫക്റ്റീവ് ആയിരിക്കും. 1 to 3 months വരെ അത് ഇഫക്റ്റീവ് ആണ്. ഡെയിലി ആക്ഷൻ നമുക്ക് ആവശ്യമില്ല. പക്ഷെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഫെർട്ടൈൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അതുപോലെ ഇറഗുലർ ബ്ലീഡിങ്, വെയിറ്റ് ഗെയിൻ, ഇതൊക്കെ അതിന്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് ഉണ്ടാവും. ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻജെക്ടബിൾസിനേക്കാൾ കൂടുതൽ ഡ്യൂറേഷൻ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. 3 to 5 years വരെ അത് നമ്മുടെ ബോഡിയിൽ ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. അതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു മൈനർ സർജറി ആവശ്യമുണ്ട്. തുടക്കത്തിലൊക്കെ ചിലപ്പോൾ പീരിയഡ്സ്, മെൻസ്ട്രേഷൻ ഇറഗുലർ ആകാനുള്ള ചാൻസും ഉണ്ട്. ഇനി സർജിക്കൽ മെത്തേഡ്സ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആണ്. അതുപോലെ തന്നെ സെക്ഷൽ ലൈഫിനെ ഒരിക്കലും ഇത് എഫക്ട് ചെയ്യുന്നില്ല. ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇറിവേഴ്സിബിൾ ആണ്. ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിലേക്ക് ആക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ സർജറി ആവശ്യമുണ്ട്. ഓക്കെ, ഇത്രയാണ് ഓരോ തരത്തിലുള്ള കൺട്രാസെപ്റ്റീവ്സിന്റെയും ബെനിഫിറ്റ്സും അതേപോലെ തന്നെ ലിമിറ്റേഷനും. ഇത് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നിന്ന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് കൺട്രാസെപ്റ്റീവ്സിന്റെ ഒരു കോൺസെപ്റ്റ് മാപ്പാണ്. ഓരോന്നും വിശദമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ മാപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് 6 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സും അതിൽ ഓരോന്നിന്റെയും അണ്ടറിൽ വരുന്ന അതിന്റെ സബ് ഹെഡിങ്സും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് പഠിക്കേണ്ടത് ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാനായിട്ട് ഫൈനലി നിങ്ങൾക്ക് ഈ മാപ്പ് യൂസ് ചെയ്യാം. പഠിച്ചതിന് ശേഷം നിങ്ങൾക്കിത് നോട്ടിലേക്ക് എഴുതിയെടുക്കാം. ഇനി എല്ലാ കൺട്രാസെപ്റ്റീവ്സിന്റെയും പേര് ഓർത്തെടുക്കാനായിട്ട് ഒരു ട്രിക്ക് നിങ്ങൾക്ക് തരാം. ഇതാണ് ട്രിക്ക് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ്, ഒരു ട്രിക്കി സെന്റൻസ് ആണ്. നൈസ് ബോയ്സ് ഇൻ അവർ ഇന്ത്യ ഇംപ്ലാന്റ് സർജറി. ഇതിലെ ഓരോ വേർഡും ഓരോ തരത്തിലുള്ള കൺട്രാസെപ്റ്റീവ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നൈസ്, നാച്ചുറൽ മെത്തേഡ്സ്. ബോയ്സ്, ബാരിയർ മെത്തേഡ്സ്. ഇൻ, IUDs. അവർ, ഓറൽ പിൽസ്. ഇന്ത്യ, ഇൻജെക്ടബിൾസ്. ഇംപ്ലാന്റ് ഫോർ ഇംപ്ലാന്റ്സ് ആൻഡ് സർജറി ഫോർ സർജിക്കൽ മെത്തേഡ്സ്. ഈ ഒരു സെന്റൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രാസെപ്റ്റീവ്സിന്റെ പേര് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. കുറച്ച് ലോങ് വീഡിയോ ആണ്, സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓരോന്നും ഇൻഡിവിജ്വലി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. മെയിൻ ആയിട്ട് നമ്മൾ ഇതിലെല്ലാം തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് അതിന്റെ നേച്ചർ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ആക്ഷൻ, എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. പിന്നെ ഓരോന്നിന്റെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും നോക്കി വെക്കുക. ചിലതിനെല്ലാം തന്നെ ഡബിൾ റോൾസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് 2 mark 3 mark ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ കൺട്രാസെപ്റ്റീവിന്റെയും പേര് കേൾക്കുന്ന സമയത്ത് അത് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. കോൺസെപ്റ്റ് മാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.